ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ മക്രോണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, ഒരു വലിയ ഉള്ളി, പിന്നെ ഒരു പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചും, ഒരു 3-4 വെളുത്തുള്ളിയും, പിന്നെ 2 വറ്റൽമുളകും ചേർത്ത് ഒരല്പം വെള്ളം ചേർത്ത് കുക്കറിൽ ഒരു വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. ഇത് വേവുന്ന സമയം കൊണ്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പം അതിലോട്ട് 1 കപ്പ് മക്രോണി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം വിസിലൊക്കെ വന്നിട്ടുണ്ട്. വിസിൽ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിലേക്ക് തന്നെ 3 പീസ് ചിക്കൻ, അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയൊക്കെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഈ ഒരു മിക്സ് ഇതിലോട്ട് ചേർക്കുക കേട്ടോ, അരച്ച് വെച്ചിട്ടുള്ള. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മളെ മക്രോണിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഇപ്പം നമ്മളെ തക്കാളിയിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് അതൊന്ന് ജസ്റ്റ് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയും കൂടി ഇതിലോട്ട് ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തക്കാളിയും ഉള്ളിയൊന്നും അരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വേവിച്ച് അരച്ചെടുത്താൽ മതി. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിന് മുകളിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാത്ത ഒരു റെസിപ്പി എൻ്റെത് കുറവായിരിക്കും കേട്ടോ. അത്രയ്ക്കും എനിക്കിഷ്ടമാണ് അതിൻ്റെ ചുവ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.